നമ്മൾ നേരത്തെ നമ്മുടെ രാജ്യത്ത് വെറുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ കാണാറും കേൾക്കാറും. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അവ പൊളിച്ചുമാറ്റൽ, മണിപ്പൂരിൽ വംശീയ ഹത്യ നടത്തൽ, ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു ഫാസിസം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത്, അതിനെതിരെ എല്ലാ പുരോഗമന ജനാധിപത്യ ശക്തികളും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് കടുത്ത ചെറുത്തുനിൽപ്പ് നടത്തുന്നൊരു കാലത്താണ് എഴുത്തുകാർ, സത്യസന്ധത പാലിക്കുന്ന മാധ്യമ പ്രവർത്തകന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, നല്ല രാഷ്ട്രീയക്കാരും കൂടി ഒരുമിച്ച് ചേർന്ന് ഈ ഭീകരമായ ഈ ഫാസിസത്തിനെതിരെ രാജ്യവ്യാപകമായി വലിയ ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ ധരിച്ചത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് ഇത് വരില്ല എന്നാണ്. കേരളം ഇതിനൊക്കെ അതീതമാകും എന്നാണ് നമ്മൾ ധരിച്ചത്. അതിനേക്കാളേറെ സാംസ്കാരിക തലസ്ഥാനമായ ഇന്ത്യയിലെ ലോകത്തിലെ വിശ്വമതങ്ങൾക്ക് പരവതാനി വിരിച്ചു കൊടുത്ത ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾക്കെല്ലാം ആദ്യമായി കാലുകുത്താൻ അവസരമുണ്ടാക്കി അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത, ലോകത്തിന് തന്നെ സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും മാതൃകയെന്ന് പറയുന്ന നമ്മുടെ സ്വന്തം തൃശ്ശൂരിലേക്ക് ഈ ഭീകര ഫാസിസ്റ്റ് ശക്തികൾ പുതിയ നുഴഞ്ഞുകയറ്റം നടത്തുന്നത് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ലളിതമായ ഉദാഹരണം, AD 52 ഈ തോമസ് ലീഗ കേരളത്തിൽ ആദ്യമായി കൊടുങ്ങല്ലൂർ അഴീക്കോട് കടൽ മാർഗം എത്തിയത്. തോമസ് ലീഗ ആദ്യം സ്ഥാപിച്ച 7 ദേവാലയങ്ങളിൽ ഒന്നാണ് പാലയൂർ സെയിൻറ്റ് തോമസ് ചർച്ച്. ആ പാലയൂർ സെൻറ്റ് തോമസ് ചർച്ചിൻ്റെ മുന്നിൽ അവകാശവാദം കൊണ്ടുവന്ന് അതിന് നേരെ ഫാസിസ്റ്റ് അതിക്രമം ആരംഭിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിലെ പുത്തമ്പള്ളി നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തൃശ്ശൂരിലെ പുത്തമ്പള്ളിക്കും ഇതുപോലെ ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പള്ളികളിൽ ഒന്നാണ്. അപ്പോൾ തൃശ്ശൂരിലെ പുത്തമ്പള്ളിയും പിന്നെ അതിനും നേരെ ഇതേപോലെ ഭീകര ഫാസിസ്റ്റ് കയ്യേറ്റത്തിൻ്റെ വാർത്തകൾ വരുന്നത്, കോടതിയിൽ വരെ അതിനു വേണ്ടി അന്യായം ഫയൽ ചെയ്തിരിക്കുകയാണ്. അതെല്ലാം സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ്. ഇവിടെ നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പുകൾ വരും, ജയപരാജയങ്ങൾ ഉണ്ടാകും, ജനാധിപത്യത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായും അതെല്ലാം കടന്നു പോകും. പക്ഷേ 4 വോട്ടിന് വേണ്ടി നമ്മുടെ എല്ലാ സ്വൈര ജീവിതത്തെയും നൂറ്റാണ്ടുകളായി നമ്മുടെ തലമുറകൾ നമ്മളെ ഏൽപ്പിച്ച സംസ്കാരത്തെയും ആ വിശുദ്ധിയെ പൂർണ്ണമായും അശുദ്ധമാക്കുന്ന രീതിയിലും മനുഷ്യരുടെ മനസ്സിനകത്ത് കാലുഷ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഭീകരമായ ഗൂഢാലോചന തൃശ്ശൂരിലും നടക്കുകയാണ്. അത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. കോൺഗ്രസ് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഈ ഭീകരവാദങ്ങൾക്കെതിരെ, ഈ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയുള്ള ഈ ഗൂഢശ്രമങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കുന്നതിന് കോൺഗ്രസ് മുന്നിൽ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 14 ദിവസം ഈ അത്യുഷ്ണത്തിൻ്റെ കാലത്ത് കാൽനടയായി 300-ൽ താഴെ കിലോമീറ്റർ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നടക്കാൻ തീരുമാനിച്ചത്. ഇതൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രചരണമല്ല. ഇതിനകത്ത് വേറെ രാഷ്ട്രീയങ്ങളൊന്നും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര, അരുത് എന്ന് പറയാൻ വേണ്ടിയുള്ള മനസ്സ്, പരസ്പരം അകലരുത് എന്ന് പറയാൻ വേണ്ടിയുള്ള മനസ്സ്. ഓരോരുത്തർക്കും വിശ്വാസമുണ്ട്. അവനവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അവനവൻ്റെ ആരാധനയിൽ പരിപൂർണമായും വിശ്വസിക്കുകയും, വിശ്വാസമുള്ളവർ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കട്ടെ. മതത്തെയും മത അടയാളങ്ങളെയും രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ച് കലുഷിതമാക്കരുതേ എന്ന് പറയുന്ന മാനുഷാത എന്നൊരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്നേഹ സന്ദേശയാത്ര ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിന് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകളെയും സാംസ്കാരികരൊക്കെ പിന്തുണയുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ വിഖ്യാതരായ എഴുത്തുകാർ കൈതപ്രം, റഫീഖ് അഹമ്മദ്, ഹരിനാരായണൻ, വയലാർ ശരത്ചന്ദ്ര വർമ്മ, ഇവരെല്ലാം ഇതിനു വേണ്ടി പ്രത്യേകമായും പാട്ട് എഴുതുകയുണ്ടായി. സത്യനന്ദിക്കാടിനെ പോലെയുള്ള തൃശ്ശൂരിൻ്റെ മനസ്സറിയുന്ന ആളുകൾ ഇതിന് കൂടെ ചേരുകയുണ്ടായി.
ശ്യാംധർമ്മനെ പോലെയുള്ള പുരോഗമനവാദികളായ സംഗീതജ്ഞന്മാർ ഇതിനു വേണ്ടി സംഗീതം കൊടുക്കാൻ തയ്യാറായി. നിങ്ങളെല്ലാവരെയും ഒരു കാര്യത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് തേക്കിൻകാട് തെക്കേ ഗോപുരനടയിൽ ഈ സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി ഒരു സ്നേഹക്കട അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. സാറ ജോസഫ് ആണ് അതിന് ആദ്യത്തെ ചായ കുടിച്ച് അവിടെ നിന്ന് ഇത് തുടക്കം കുറിക്കുന്നത്. ഔദ്യോഗികമായ പരിപാടികളൊന്നുമല്ല. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വെറുപ്പ് പ്രചരിപ്പിക്കാത്തവർക്ക് സ്നേഹക്കടയിലേക്ക് സ്വാഗതം. ആർക്കും വരാം. ആരോടും വെറുപ്പ് പറയരുത്, ആരോടും വെറുപ്പ് പ്രചരിപ്പിക്കരുത്. അവർക്ക് എല്ലാവർക്കും 2 രൂപയ്ക്ക് ചായയും 2 രൂപയ്ക്ക് പരിപ്പോടയും കൊടുക്കുന്ന പപ്പടവടയും കൊടുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ജാഥയോടൊപ്പം ഒരു സ്നേഹക്കട, വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹക്കട തൃശ്ശൂരിലെ തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിക്കുകയാണ്. അതിനും പ്രത്യേകതയുണ്ട്. തെക്കേ ഗോപുരനടയിലും തൃശ്ശൂർ പൂരപ്പറമ്പും സർവ്വമത സാഹോദര്യത്തിൻ്റെ അടയാളമാണ്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത, തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് എലിഞ്ഞിത്ര മേളം നടക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓം തിരുമാൻകുട്ടിക്കും, ഇവിടെ ഇരിക്കുന്ന ജോസഫ് ചാലിശ്ശേരിക്കും, ഇവിടെ ഇരിക്കുന്ന ജോസ് വള്ളൂരിനും MP വിൻസെൻറ്റിനും അനിലക്കരയ്ക്കും CC ശ്രീകുമാറിനും TM പ്രതാപനും ഒക്കെ ഒരുപോലെ പ്രവേശിക്കാൻ അവസരമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ എലിഞ്ഞിത്ര മേളത്തിലേക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക്, ഇത് ലോകത്തിന് തന്നെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്കും വലിയ മാതൃകയാണ്. അതുകൊണ്ടാണ് തെക്കേ ഗോപുരനടയിൽ നിന്നും ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിലെ സ്നേഹക്കട ഇന്ന് തുടങ്ങുന്നത്. സാറ ജോസഫ് ടീച്ചറെ പോലെയുള്ള ആളുകൾ, കൃഷ്ണമാഷ് തുടങ്ങിയ പ്രധാനപ്പെട്ട സാംസ്കാരികരൊക്കെ ഇന്ന് അവിടെ വന്ന് അവിടെ നിന്ന് ചായ കുടിക്കും. ഈ ചായ ഇതേപോലെ എല്ലാവർക്കും കൊടുക്കും. വെറുപ്പ് പ്രചരിപ്പിക്കാത്ത എല്ലാവരെയും ഞങ്ങളിതിൽ പങ്കാളികളാക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇതിനകത്ത് അതാണ് ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പദയാത്ര നടക്കുന്നത്. കോൺഗ്രസ് കമ്മിറ്റി എടുത്തൊരു തീരുമാനം, കാലത്തിനനുസരിച്ച് ഈ വെല്ലുവിളി സ്വീകരിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത്.